കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ അവസാനിക്കണോ എന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. LDF പീരുമേട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന്റെ ആദ്യ ചുവട് വെച്ചു. എല്ലാവർക്കും സ്വീകാര്യമായ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് ഇപ്പോ അവസരമുണ്ടായി വന്നു. LDF ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധതയോടെ ആ നടപടികളുമായി മുൻപോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. സാധാരണക്കാർക്ക് ആശ്വാസമായ നടപടികൾ. ആ നടപടികളുടെ ഭാഗമായി ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ മാറ്റങ്ങൾ പാതിവഴിയിൽ അവസാനിക്കണോ എന്നതാണ്. പെൻഷൻ എന്നേക്കുമായി അവസാനിക്കണമോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ, പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ഇത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിൽ എന്നേക്കുമായി അവസാനിപ്പിക്കണമോ? കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു പ്രസംഗം. പിന്നീട് UDFനെതിരെ ആഞ്ഞടിച്ചു. തുടർ വികസനത്തിനായി LDF പ്രതിനിധി തന്നെ പീരുമേട് മണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കുമളി കല്ലറക്കൽ ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മണ്ഡലത്തിൽ പരമാവധി വോട്ട് കണ്ടെത്തുക തന്നെയാണ് സലീം കുമാറിന്റെ ലക്ഷ്യം. 1001 അംഗ കമ്മിറ്റിയാണ് സലീം കുമാറിന്റെ വിജയത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ MLA ES ബിജിമോൾ, CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TJ ആഞ്ചലോസ്, നേതാക്കളായ KK ശിവരാമൻ, അലക്സ് കോഴിമല, മുൻ MP ജോയ്സ് ജോർജ്, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി.